ടെമ്പിൾ റൺ 2011 ഓഗസ്റ്റ് 4 പുറത്തിറങ്ങിയ ഇമാൻജി സ്റ്റുഡിയോസ് എന്ന ഗെയിം കമ്പനി ഇറക്കിയ iOSനും ആൻഡ്രോയിഡിനും ഐപാഡിനും ഐഫോണിനൊക്കെ കളിക്കാൻ പറ്റിയ വിൻഡോസിലും ഇറക്കിയ ഒരു ഗെയിം. ആ ഗെയിമിന് ഒരു ബാക്ക് സ്റ്റോറി, ഒരു വലിയ ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും വിശ്വസിക്കുമോ? അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഇപ്പോൾ ചാനലിൻ്റെ വ്യൂസൊക്കെ നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞ് വലിച്ചിട്ടില്ല, നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. ടെമ്പിൾ റൺ നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധാരണ ഗെയിമൊന്നുമല്ല. ഒരു ചെറുക്കനിങ്ങനെ ഒരു വിഗ്രഹം എടുത്തുകൊണ്ട് ഓടുന്നു. അതിൻ്റെ പുറകെ ഒരു വലിയ ഒരു രാക്ഷസം പോലത്തെ കുരങ്ങന്മാർ ഇങ്ങനെ അതിൻ്റെ പുറകെ അവനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഇത്. അതിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള കഥ നമുക്ക് ഗെയിമിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഗെയിം കളിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആരംഭം ഒരാൾ, അതായത് ഒരു എക്സ്പ്ലോറർ വരുന്നു. ആ ഒരു ക്ഷേത്രത്തിൽ കയറുന്നു. ആ ക്ഷേത്രത്തിൽ നിന്നുള്ള വിഗ്രഹം അല്ലെങ്കിൽ ഐഡോള് അത് മോഷ്ടിക്കുന്നു. അതിന് പുറകെയായിട്ട് വലിയ മോൺസ്റ്റേഴ്സായ കുരങ്ങന്മാർ നമ്മളെ പിടിക്കാൻ വേണ്ടി പുറകെ വരുന്നു. അതാണ് ഇതിൻ്റെ നമുക്ക് തുടക്കം ഇങ്ങനെ കളിക്കുന്ന ആ ഒരു കിട്ടുന്നൊരു കഥ. ടൈറ്റിൽ പറയുന്നത് ആ ഒരു 3D പ്രകാരം അവൻ ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. ക്ഷേത്രത്തിലേക്ക് പുറത്തേക്ക് പോകണമെന്ന് അവൻ വിചാരിക്കുമ്പോഴും ക്ഷേത്രത്തിൻ്റെ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പാവയുടെ ആ പാവ ഒരു ചില്ലറ പാവയല്ല. ആ ഒരു പാവ ശരിക്കും പറഞ്ഞാൽ ഒരു മാന്ത്രിക പാവയാണ്. അതുകൊണ്ട് ഒരു ശാപം പിടിച്ച അപ്പോൾ ആ ഒരു ഐഡിയിൽ ശാപം പിടിച്ച കാരണം ആ ഒരു അമ്പലമേ ശാപമായി. അപ്പോൾ അവൻ ആ കൈ പിടിച്ച കാരണം അവന് പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാലും ആ ക്ഷേത്രത്തിൻ്റെ ശാപം കാരണം അവന് ഒരിക്കലും പുറത്തേക്ക് പോകാൻ വരില്ല. അപ്പോൾ നമ്മൾ പോണ ഒരു വഴിയല്ലായിരിക്കും നമ്മൾ അടുത്തൊരു വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നേരേക്ക് പോകുന്നു, പിന്നെ ലെഫ്റ്റ് എടുക്കുന്നു, പിന്നെ നമ്മൾ ആ ലെഫ്റ്റിൽ നിന്ന് നേരേക്ക് പോകുന്നു, പിന്നെ ലെഫ്റ്റ് എടുക്കുന്നു അങ്ങനെ ലൂപ്പായിട്ട് നമ്മൾ വട്ടം തിരിഞ്ഞു പോവുകയാണെങ്കിലും നമ്മൾ പോയ വഴി ഒരിക്കലും കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളാണ് അത് പിടിച്ചുകൊണ്ട് ഓടുന്ന ആളാണ് അത് തീരുമാനിക്കുന്നത്, അതിൻ്റെ വഴിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊരു എൻലെസ് റണ്ണറാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ തീരുമാനം പോലെ അവനത് പുറത്തേക്ക് പോകാനും പറ്റില്ല. ക്ഷേത്രത്തിൻ്റെ ശാപം കാരണം അവന് പുറത്തേക്ക് പോകാനും പറ്റില്ല. ഇതാണ് ഫസ്റ്റ് തിയറി. നമുക്ക് വേറൊരു തിയറിയും കൂടി ഇനി പറഞ്ഞുതരാം. ഈ പറയാൻ പോകുന്ന തിയറി ഇച്ചിരിയും കൂടി ക്രീപ്പിയും സ്കേറി ക്രീപ്പി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പിന്നെ ഈ ഒരു തിയറി പറഞ്ഞു വരുന്നത് ക്ഷേത്രത്തിലുള്ള പുരോഹിതർ അവനെ പിടികൂടി മരുന്നും വിഷവും നൽകി അവനെ ഒരു കോമ സ്റ്റേജിലേക്ക് ആക്കുന്നു. അവനവിടെ കിടത്തിയിട്ട് അവൻ്റെ മനസ്സിൽ കാണുന്ന കാര്യങ്ങളാണ് ഈ കുരങ്ങന്മാരും പിന്നെ ഈ വഴികളും അവൻ്റെ കുറേ ട്രാപ്പുകളും വെള്ളങ്ങളും ഗുഹകളും ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഓടുന്നത് അവൻ്റെ തലച്ചോറിൽ നിന്നും എന്ന് വെച്ചാൽ അവനൊരു കോമ സ്റ്റേജിലൊക്കെ ആക്കി വെച്ചേക്കണം. എന്ന് പറയുമ്പോൾ അവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് വെച്ചേക്കണം അത്. എന്ന് പറയുമ്പോൾ അവന് തന്നെ റിയൽ ലൈഫ് കാണാൻ പറ്റില്ല, ഒരു ഫേക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവൻ രക്ഷപ്പെടാനാണ് ആ ഒരു ഗെയിം കളിക്കുന്നത്. അതായത് അവനതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇതേപോലെ ആ ഐഡോളിനെ പിടിച്ചുകൊണ്ട് ഓടുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ തിയറി. പിന്നെ നമ്മുടെ നെക്സ്റ്റ് തിയറി പറയുന്നത് ആ ഒരു ഐഡോള് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സിവിലൈസേഷൻ്റെ അന്ന് ആൾക്കാരെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ദേവൻ്റെ ആത്മാവിനെ അടിച്ചു കൂട്ടി ഉണ്ടാക്കിയതാണത്. അതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ സിനിമയിൽ കണ്ട പോലെ ഈ യക്ഷിനെ നമ്മൾ പാറക്കല്ലിൽ ഈ പ്ലാവിലൊക്കെ ഇങ്ങനെ ആണി അടിച്ച് വെച്ച പോലെ ദേവനെ അതേപോലെ അടിച്ചു കൂട്ടി വെച്ചേക്കാണ്. അതുപോലെ ആ മറ്റേ ഐഡിയൽ, അതായത് ആ ശില്പത്തിൽ ആ ദേവനെ നമ്മൾ അടച്ചിങ്ങനെ പൂട്ടി വെച്ചേക്കാണ്. ആ വിഗ്രഹം ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ദേവൻ്റെ ആത്മാവ് എടുക്കുന്ന ആളുടെ മേത്താവും. അതുകൊണ്ട് ഈ കുരങ്ങന്മാരെ ഒരു കുരങ്ങന്മാരല്ല ഇവർക്ക് ഭയങ്കര വലിയ ശക്തിയും നല്ല ഓട്ടവും നല്ല അഗ്രസീവായ കുരങ്ങന്മാരാണ്. അതിനെ ഡീമൺ മങ്കീസ് അവർ ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരാളെടുത്തുകൊണ്ട് പോകുമ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി ഇവരോടുന്നു. പിന്നെ ഇതൊരു എൻലെസ് ലൂപ്പാണ്. നമ്മൾ ഏത് വഴി, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ തിയറി പറഞ്ഞ പോലെ ഏത് വഴി പോവുകയാണെങ്കിലും എൻലെസ് മെയ്സ് പോലെയാണ്, പല വഴിയിലായിരിക്കും. ടെമ്പിൾ റൺ വെറും ഗെയിം മാത്രമല്ല, റെഡിറ്റിലെ ഒരു ഫാൻ സ്റ്റോറി പ്രകാരം അതൊരു പുരാതന ശാപത്തിലേക്കുള്ള കഥയാണ്. ആരെങ്കിലും ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ചാൽ അവൻ ഡീമൺ മങ്കീസിൻ്റെ
പിന്തുടർച്ചയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടില്ല. അവൻ എൻഡ്ലെസ് ലൂപ്പിലാണ് കുടുങ്ങുന്നത്. അതുകൊണ്ട് ടെമ്പിൾ റൺ ഒരിക്കലും തീരാത്തൊരു ഓട്ടമെന്ന് പറയുന്നതാണ്. ടെമ്പിൾ റൺ വെറും ഒരു ഗെയിമല്ല. റെഡിറ്റ് പ്രകാരം അതൊരു ശാപത്തിൻ്റെ തന്നെ ഒരു കഥയാണ്. നിങ്ങളോ ടെമ്പിൾ റണ്ണിനെ ഗെയിമാണെന്ന് കരുതുന്നുണ്ടോ? അതൊരു ശാപമായ യാത്രയാണെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ ഗൈസ് ഇന്നത്തെ എത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിലും നല്ല വീഡിയോസായിട്ട് ഞാൻ ഇതിലും മുന്നേ ആയിരിക്കും. ഇങ്ങനത്തെ സ്റ്റോറി ടെല്ലിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയുക. അപ്പോൾ ഓക്കെ, ബൈ.